വിവരങ്ങൾ നൽകുന്നത് പലയിടങ്ങളിലും സമരം തുടരുകയാണ്. തിരുവനന്തപുരത്ത് തന്നെയും ഇന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ BJP അടക്കമുള്ള ആളുകളുടെ സമരങ്ങളുണ്ട്. ജനകീയ സമരസമിതിയുടെ പേരിൽ ജനകീയ സമരസമിതിയുടെ സമരവേദിയിലേക്ക് പ്രധാനപ്പെട്ട ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. മേധാ പട്കറെ പോലുള്ളവർ. കേരളയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി LDF ഘടകകക്ഷിയായ LJD രംഗത്തെത്തി. ഇരകളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന് LJD സംസ്ഥാന സെക്രട്ടറി സലീം മടവൂർ ആരോപിച്ചു. ജനങ്ങളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്നും ശബരിമല പ്രതിഷേധത്തിന് സമാനമായ സാഹചര്യമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. രാജ്യസഭാ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് മുന്നണിയുമായി അകന്നു നിൽക്കുകയാണ് LJD. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, ഇത് ഔദ്യോഗികമായിട്ട് ഉള്ളൊരു പ്രതികരണം എന്ന നിലക്ക് തന്നെയാണോ കാണേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള എഴുത്താണോ അത്? സനീഷ, ഇത് സലീം മടവൂർ, LJDയുടെ സംസ്ഥാന സെക്രട്ടറിയായ സലീം മടവൂർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പാണ്. ഇക്കാര്യത്തിൽ ഇത് LJDയുടെ ഔദ്യോഗിക നിലപാടാണോ, ഇനി ഇക്കാര്യത്തിൽ LJDക്ക് കേരളയുടെ കാര്യത്തിൽ LJDയുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടത് LJDയാണ്. അവർ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഈ സലീം മടവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് തന്നെ സർക്കാരിനെ ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ഇരകളെ ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് പോലും. അതിനുശേഷം അദ്ദേഹം ചില സാങ്കേതികമായ കാര്യങ്ങൾ കേരളയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1200-ൽ പരം റോഡുകൾ മുറിയുമെന്നും ഇതിൽ 700-ൽ പരം റോഡുകൾ പൂർണ്ണമായും തടസ്സപ്പെടുമെന്നും പറയുന്നു. മാത്രമല്ല അണ്ടർപാസുകൾ നിർമ്മിക്കേണ്ടി വരികയും അതേപോലെ ഈ കേരളയിലൂടെ ചിലർക്ക് വേഗത്തിൽ തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി മറ്റ് സാധാരണക്കാർ നാട്ടുകാരൊക്കെ തന്നെ ഈ അണ്ടർപാസുകൾ വഴി ചുറ്റി വലിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും എന്നും പറയുന്നു. കേരളത്തിന്റെ ഒരു അതിന്റെ ഡിസൈനിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ്. മാത്രമല്ല ഇത് കേരളയുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴുള്ള സർവേ നടപടികൾ, ഈ സർവേ നടപടികളിൽ സർവേക്കല്ലിടാൻ സന്നദ്ധത കാണിച്ച് ആരും ഇതുവരെ മുന്നോട്ടേക്ക് വന്നിട്ടില്ല. സർക്കാരിന്റെ ഇക്കാര്യത്തിൽ സർക്കാർ നടത്തുന്ന ബോധവൽക്കരണ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുകയാണ്. അത്തരത്തിൽ ഇത് അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇനി അങ്ങനെയുണ്ടെങ്കിൽ ഈ ആരെങ്കിലും അത്തരത്തിൽ ബോധ്യപ്പെട്ടവരുണ്ടെങ്കിൽ അവർ സർവേക്കല്ലിടാൻ സന്നദ്ധരായി മുന്നോട്ട് വരട്ടെ എന്ന് പറയുന്നു. മാത്രമല്ല ഈ ഇപ്പോൾ നടക്കുന്ന ഈ സമരത്തിന്റെ ഒരു സാഹചര്യം അത് ശബരിമല കാലത്ത് നടന്ന സമരം പോലെ തന്നെ അത്തരത്തിലുള്ള ഒരു സമരമായി മാറുകയാണ്. ശബരിമല കാലത്ത് ഈ സമരം നടന്ന മേഖലകളിലെല്ലാം, തീരദേശ മേഖലകളിലെല്ലാം BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശക്തി പ്രാപിക്കുകയാണ്. ഇത് മുൻകൂട്ടി കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം വരുന്ന കാര്യത്തിൽ അത് മുൻകൂട്ടി കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ആരോപണവും സലീം മടവൂർ മുന്നോട്ട് വെക്കുന്നു. ഇത് LJD ഇപ്പോൾ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ LJD ഇപ്പോൾ അകന്നു കഴിയുകയാണ്. മാത്രമല്ല ഇതിനു മുൻപൊന്നും ഇത്തരത്തിൽ കേരളത്തിനെതിരെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. മാത്രമല്ല അശ്വിൻ, ഇത് കേരള വിഷയത്തിലടക്കം CPIയുടെ നിലപാട് എന്തായിരിക്കുമെന്ന ചോദ്യം കൂടെ കഴിഞ്ഞ ദിവസം ശ്രേയംസ് കുമാറിന്റെ ഉണ്ടായിരുന്നുവല്ലോ ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഒക്കെ അദ്ദേഹം ഒരു അതൃപ്തി പ്രകടിപ്പിച്ച സമയത്ത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വ്യക്തിപരമായിട്ടൊരു അഭിപ്രായ പ്രകടനമല്ല, പാർട്ടി തന്നെയും ചെറിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് എന്നുകൂടെ വേണം കാണാൻ, അല്ലേ? അവർക്ക് പാർട്ടിക്ക് ഒരുപക്ഷെ യഥാർത്ഥമായിട്ട് ഈ നിലപാടുണ്ടാകാം, സിൽവർ ലൈന് ജനങ്ങൾ ബുദ്ധിമുട്ടിക്കപ്പെടരുത് എന്ന നിലപാടുണ്ടാകാം. പക്ഷെ അതേസമയം ഇത് മുന്നണി നേതൃത്വത്തോടുള്ളൊരു അസ്വസ്ഥതാ പ്രകടനമായി തന്നെയും നമുക്ക് കാണാം രാഷ്ട്രീയമായിട്ട്, അല്ലേ? നേതൃത്വം അറിഞ്ഞുള്ളത് അങ്ങനെ വേണം സനീഷ് വിലയിരുത്താൻ. കാരണം കഴിഞ്ഞ ദിവസം ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മനയത്ത് ചന്ദ്രൻ, LJDയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം അപ്പോൾ പറഞ്ഞ് കേരളയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ഭിന്നമായ അഭിപ്രായമുണ്ട്, സർക്കാരിന്റേതിൽ നിന്ന് ഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ മുന്നണി മര്യാദയുടെ പേരിൽ അത് ഇതുവരെ പറയാതിരുന്നതാണ്. പക്ഷേ ഈ വിഷയങ്ങളിലടക്കം, ഈ സമരങ്ങളിലടക്കം ഞങ്ങൾക്ക് പങ്കെടുക്കേണ്ടി വരും. കാരണം ഞങ്ങൾക്ക് ബോധ്യപ്പെടാത്ത പല വിഷയങ്ങളും മുന്നണിയിലുണ്ട്. അതൊക്കെ മുന്നണി മര്യാദയുടെ പേരിൽ അതിനെതിരെയൊന്നും പരസ്യം പ്രതികരിക്കാതെ ഞങ്ങൾ പോവുകയാണ്. പക്ഷേ ഇനി അങ്ങനെയായിരിക്കില്ല. അത്തരം വിഷയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയേണ്ടി വരുമെന്ന് അന്ന് മനയത്ത് ചന്ദ്രനും ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ഇത് സലീം മടവൂരിന്റെ മാത്രം തീരുമാനമായിരിക്കാൻ സാധ്യതയില്ല. അത്തരത്തിൽ ഒരു ഘടകകക്ഷി നേതാവ് അങ്ങനെ സ്വന്തം തീരുമാനത്തിൽ സർക്കാരിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമെന്ന് നമുക്ക് കരുതുകയും വയ്യ. മനയത്ത് ചന്ദ്രനും ഇതേപോലെ വ്യക്തമാക്കിയിരുന്നു, ശ്രേയാംസും അതേപോലെയുള്ള സൂചനകൾ നൽകിയിരുന്നു. അത്തരത്തിൽ ഈ കേരളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ LJD എന്ന പാർട്ടിക്ക് തന്നെയും അത്തരത്തിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതൊക്കെ ഇനി അവർ വരുന്ന ദിവസങ്ങളിൽ വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എന്നാൽ പോലും സർക്കാർ ഇക്കാര്യത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഘടകകക്ഷി നേതാവ് മുന്നോട്ട് വരികയാണ്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഈ കേരളത്തിനെ സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്ന അതൊരു മതിലായി മാറും, അത് ആളുകളെ വിഭജിക്കും എന്നൊക്കെയുള്ള പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒരു ഘടകകക്ഷി നേതാവ് തന്നെ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം. അതാണ് അതിന്റെ പ്രാധാന്യം.